+2 എക്കണോമിക്സുകാർ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മുടെ മൈക്രോ എക്കണോമിക്സിനകത്ത് രണ്ടാമത്തെ പാഠത്തിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണെന്നറിയോ? ഈ കാണുന്നത് ഒരു ലീനിയർ ഡിമാൻഡ് കർവാണ്. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണല്ലോ വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലീനിയർ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ലീനിയർ ഡിമാൻഡ് കർവിലെ വിവിധ പോയിന്റുകളിലുള്ള ഇലാസ്റ്റിസിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിക്കോളൂ. ഈ ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ഈ നടുക്കത്തെ പോർഷൻ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കാം. ഈ സെൻറ്ററിൽ വരുന്ന ഈ ഒരു പോയിന്റിലാണ് നമുക്ക് പോയിന്റിലെന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി 1 ആയിരിക്കും ഈ ഒരു സെൻറ്റർ പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഇലാസ്റ്റിസിറ്റി 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അത് ഏത് ഇലാസ്റ്റിസിറ്റിയാണ്? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്ന് നമുക്ക് പറയാം. കാരണം ഇലാസ്റ്റിസിറ്റി 1 വന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ സെൻറ്റർ പോർഷനിലാണ് വരുന്നത്. നമ്മൾ മാർക്ക് ചെയ്യാനാണ് പഠിക്കേണ്ടത് കേട്ടോ. ഇനി നോക്കൂ, നമ്മുടെ ഈ ഒരു y ആക്സിസിനോട് ചേർന്ന് വരുന്ന ഈ ടോപ്പ് പോയിന്റിൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഇലാസ്റ്റിസിറ്റി അവിടെ ഇൻഫിനിറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റ് ആകുന്നുണ്ടെങ്കിൽ അത് ഏത് ഇലാസ്റ്റിസിറ്റിയാണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ഓക്കെ, ഇവിടെ വരുന്ന ഏതാണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് ഈ ഒരു ടോപ്പ് പൊസിഷനിൽ വരുന്നത്. ഇനി ഈ താഴത്തെ പോർഷൻ നോക്കിക്കോളൂ. ഇലാസ്റ്റിസിറ്റി അവിടെ 0 ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇലാസ്റ്റിസിറ്റി അവിടെ 0 ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഏതാ ഉള്ളത്? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എവിടെ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, എവിടെ നോക്കൂ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, എവിടെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ഇനി ഇത് രണ്ടും കൂടിയല്ലേ നമുക്ക് പഠിക്കാവുള്ളൂ. ഈ ഒരു പോയിന്റിൽ വരുന്നതാണ് ഇലാസ്റ്റിസിറ്റി ഒന്നിനേക്കാളും ഗ്രേറ്റർ ദാൻ ആയിരിക്കും, കൂടുതലായിരിക്കും എന്ന് പറയുമ്പോൾ അവിടെ ഏതാ വരുന്നത്? ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് വരുന്നത്. ഓക്കെ, ഇലാസ്റ്റിസിറ്റി 1നേക്കാളും കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് വരുന്നത്? ഇലാസ്റ്റിക് ഡിമാൻഡ് വരുന്നു. ഇനി ഇതാ ഈ പോയിന്റോ, ഇലാസ്റ്റിസിറ്റി 1നേക്കാളും കുറവായിരിക്കും ഈ ഒരു പോയിന്റിനകത്ത്. അപ്പോൾ ഇതിനെന്താ പറയുക? ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് പറയുന്നത്. ഒന്ന് നോക്കിയേ, ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇലാസ്റ്റിസിറ്റി ഈ ഒരു ലീനിയർ ഡിമാൻഡ് കർവിലെ വിവിധ പോയിന്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ലീനിയർ ഡിമാൻഡ് കർവിൽ സെൻട്രൽ പോർഷനിൽ വരുമ്പോൾ ഇലാസ്റ്റിസിറ്റി 1 ആണ് വരുന്നത്. അതുകൊണ്ട് അവിടെ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് വരുന്നു. ഇനി ടോപ്പ് പൊസിഷൻ വരുമ്പോൾ ഇലാസ്റ്റിസിറ്റി എന്താണ്? ഇൻഫിനിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് വരുന്നു. ഈ ഒരു ബോട്ടം പൊസിഷൻ, താഴത്തെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി 0 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് നമുക്ക് പറയാം. പിന്നെ ഈ ഒരു പൊസിഷനിൽ എന്താ വരുന്നത്? ഇലാസ്റ്റിസിറ്റി 1നേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്ന്. ഇനി ഈ ഒരു പോയിന്റ് എന്താണ്? ഇലാസ്റ്റിസിറ്റി 1നേക്കാളും കുറവാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്ന് പറയാം. ഇത് ഗ്രാഫ് തന്നിട്ട് മാർക്ക് ചെയ്യാൻ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാം. ലീനിയർ ഡിമാൻഡ് കർവിലെ വിവിധ പോയിന്റ്സ്, വിവിധ ഇലാസ്റ്റിക് പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാഫ് വരച്ച് ഇങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താണ് വയ്ക്കേണ്ടത് കേട്ടോ. ഈ ഗ്രാഫ് വരച്ചിട്ട് ഇത് ഏതൊക്കെ ഇലാസ്റ്റിസിറ്റി ആണെന്ന് കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഓക്കെ ആണല്ലോ ഇത്?